ശ്രീ മഹാഭാരതത്തിൽ വനപർവ്വത്തിന്റെ അവസാന ഘട്ടത്തോടാണ് നമ്മൾ അടുക്കുന്നത്. അവിടെ ശ്രീ മാർക്കണ്ഡേയ മഹർഷിയുമായിട്ട് പാണ്ഡവന്മാര് ചെയ്യുന്ന സത്സംഗം നിരവധി പഴയ കഥകൾ, പുരാതന കഥകളൊക്കെ പറഞ്ഞു. രാമായണ കഥ, സാവിത്രി ചരിതം മുതലായ കഥകളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഈ കഥകളൊക്കെ പറയുന്നതിനിടയിലാണ് ജനമേജയൻ ഒരു സംശയം ചോദിക്കുന്നത്. കഥാഖ്യാനം ചെയ്യുന്നത് വൈശമ്പായനനാണ്. മഹാഭാരതത്തിന്റെ ആദ്യം തൊട്ട് ആ രീതിയിലാണ് കഥ പറയപ്പെടുന്നത്. ഇപ്പൊ ജനമേജയൻ വൈശമ്പായനോട് ചോദിക്കുകയാണ്, മുമ്പ് വനപർവ്വതത്തിന്റെ ആദ്യ ഭാഗത്ത് ലോമശ മഹർഷി ഇന്ദ്രലോകത്ത് ചെന്ന് അർജുനനെയും ഇന്ദ്രനെയൊക്കെ കണ്ട് തിരിച്ചു വന്ന് യുധിഷ്ഠിരനോടൊരു കാര്യം പറഞ്ഞു. അതായത് ഇന്ദ്രന്റെ ഒരു സന്ദേശമാണ്, അങ്ങയുടെ ഒരു ഭയം, ആരോടും പറയാതെ അങ്ങ് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു ഭയമുണ്ട് എന്ന് എനിക്കറിയാം. ആ ഭയത്തെ ഞാൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ആ ഭയം ഉണ്ടാക്കുന്ന ആ വസ്തുവിനെ ഞാൻ അപഹരിച്ചു കൊള്ളാം എന്ന് ഇന്ദ്രൻ ഒരു സന്ദേശമായിട്ട് യുധിഷ്ഠിരനെ ലോമശ മഹർഷി വഴി അറിയിച്ചതായിട്ട് ഒരു കാര്യത്തെ ആ സമയത്ത് പറഞ്ഞിരുന്നു. എന്താണ് ധർമ്മപുത്രർ ആരോടും പറയാതെ ഒരു ഭയം, കർണനെ സംബന്ധിച്ചുള്ള ഒരു ഭയം കൊണ്ടു നടന്നത് എന്നാണ് ജനമേജയന്റെ ചോദ്യം. അപ്പോൾ വൈശമ്പായനൻ ആ കഥ വിശദീകരിക്കുകയാണ്. ദ്വാദശേ സാമതിക്രാന്തേ വർഷേ പ്രാപ്തേ ത്രയോദശേ പാണ്ഡൂനാം ഹിതകൃച്ഛക്ര കർണം ഭീക്ഷിതുമുദ്യത. ഇത് ഈ കഥയുടെ ഒരു ചുരുക്കം ആദ്യ പർവ്വത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വനവാസം നടക്കുന്ന സമയത്ത് വനവാസത്തിന്റെ 12 വർഷം കഴിഞ്ഞുകൂടി 13ാമത്തെ വർഷം തുടങ്ങിയപ്പോഴാണ് പാണ്ഡവന്മാർക്ക് ഹിതം ചെയ്യാൻ വേണ്ടിയിട്ട് ശക്രൻ, അതായത് ഇന്ദ്രൻ, കർണന്റെ അടുത്ത് ഒരു ഭിക്ഷ യാചിക്കാൻ വേണ്ടി പോകുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആദ്യ പർവ്വത്തിൽ പറഞ്ഞത് കർണന്റെ കവച കുണ്ടലങ്ങൾ അദ്ദേഹം സൂര്യോപാസന ചെയ്യുന്ന സമയത്ത് ഇന്ദ്രൻ ഒരു ബ്രാഹ്മണ വേഷം ധരിച്ച് അദ്ദേഹത്തോട് യാചിച്ചു എന്നാണ്. ആ സൂര്യനെ ഉപാസിക്കുന്ന സമയത്ത് അദ്ദേഹം തൻ്റെ അടുത്ത് ഏത് ബ്രാഹ്മണൻ വന്ന് എന്ത് ചോദിച്ചാലും കൊടുക്കുമെന്ന ഒരു വ്രതമുണ്ടായിരുന്നു. ആ സമയത്ത് കൃത്യമായി സമയം നോക്കി ഇന്ദ്രൻ വന്ന് അത് യാചിച്ചു കൊണ്ടുപോയി എന്ന് പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ ആ കഥയെ ഒന്ന് കൂടി വിശദമായിട്ട് പറയുകയാണ് ഇവിടെ വനപർവ്വതത്തിന്റെ അവസാനം. സൂര്യഭഗവാൻ ഒരു വേദജ്ഞനായ ബ്രാഹ്മണന്റെ രൂപത്തിൽ കർണന്റെ അടുത്ത് വന്നു. കർണന്റെ അടുത്ത് സ്വപ്നത്തിലാണ് വന്നത്. അദ്ദേഹം ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് സ്വപ്നാന്തേ, ഉറക്കത്തിന്റെ, അതായത് രാവിലെ കാണുന്ന സ്വപ്നമാണ് ഫലിക്കുക എന്നൊരു സാധാരണ ഒരു വിശ്വാസമുണ്ട്. അതുകൊണ്ടാണോ എന്നറിയില്ല, സ്വപ്നാന്തേ, ഉറക്കത്തിന്റെ അവസാനം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് രാവിലെ പ്രഭാതത്തിൽ ഉറങ്ങി എഴുന്നേൽക്കുന്ന ആ സമയത്ത് ആണ് ഈ സ്വപ്നത്തെ കാണുന്നത്. അദ്ദേഹം വേദജ്ഞനായൊരു ബ്രാഹ്മണന്റെ രൂപത്തിൽ സൂര്യൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, കർണന്റെ ഹിതം ലക്ഷ്യമാക്കിയിട്ടും സ്നേഹം കൊണ്ടുമാണ് ഇദ്ദേഹം പറഞ്ഞത്, കൃപയാ പരയാവിഷ്ട പുത്രസ്നേഹാച്ച ഭാരത എന്ന് പറഞ്ഞിരിക്കുന്നു. സൂര്യൻ പറഞ്ഞ എന്താണ്, കർണ, സൗഹൃദം കൊണ്ട് ഞാൻ നിന്നോട് പറയുകയാണ്, ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ച് കേൾക്കുക. പാണ്ഡവന്മാരുടെ ഹിതത്തിനായിട്ട് ശക്രൻ, അതായത് ഇന്ദ്രൻ, നിന്നെ സമീപിക്കും. നിന്റെ കുണ്ടലങ്ങൾ അപഹരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. നീ സജ്ജനങ്ങൾക്ക്, ബ്രാഹ്മണർക്ക് ഇപ്പോൾ ചോദിച്ചതൊക്കെ കൊടുക്കും എന്ന കാര്യം അറിഞ്ഞാണ് ഇന്ദ്രൻ ഇത് ചോദിക്കാൻ വരുന്നത്. നിന്റെ കവചവും അദ്ദേഹം ഭിക്ഷയായിട്ട് ചോദിക്കും. അയാൾ യാചിച്ചാൽ നീ ഒരിക്കലും കുണ്ടലങ്ങൾ കൊടുക്കാനും പാടില്ല. അദ്ദേഹത്തെ അനുനയിപ്പിച്ച് പിന്തിരിപ്പിക്കുകയാണ് വേണ്ടത്. പലതരം ധനങ്ങൾ കൊടുക്കാൻ നീ തയ്യാറായോ, അത് അങ്ങനെ കൊടുത്തിട്ട് നീ തടയണം അതിന്. രത്നങ്ങൾ, സുന്ദരികളായ സ്ത്രീകൾ, പശുക്കൾ, എന്തൊക്കെയാണ് കൊടുക്കാൻ പറ്റുക അതൊക്കെ നീ വാഗ്ദാനം ചെയ്യുക. കുണ്ടലങ്ങൾ കൊടുത്താൽ നിന്റെ ആയുസ് ക്ഷയിച്ച് നീ മരണത്തിനടിമയാകും. കവചത്തോടൊപ്പം കുണ്ടലങ്ങൾ കൂടി ഉണ്ടെങ്കിൽ നീ ഏതൊരു മനുഷ്യന്മാർക്ക് മാത്രമല്ല, ഇന്ദ്രന് പോലും നീ അബദ്ധ്യനായിരിക്കും, നിന്നെ കൊല്ലാൻ സാധിക്കില്ല. കാരണം ഈ കുണ്ടലങ്ങൾ അമൃതത്തിൽ നിന്നും ഉണ്ടായതുമാണ്, രത്നമയവുമാണ്. അതുകൊണ്ട് ഈ കുണ്ടലങ്ങൾ കവചത്തോടൊപ്പം തന്നെ നീ രക്ഷിച്ചു വെക്കേണ്ടതാണ്, കൊടുക്കരുത്. അപ്പോൾ ഇത് കേട്ട് കർണൻ പറയുകയാണ്, സ്വപ്നത്തിൽ തന്നെ ഈ സംഭാഷണം നടക്കുകയാണ്. സ്വപ്നത്തിൽ കർണൻ പറയുകയാണ്, സൗഹൃദം കാണിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് വന്ന അങ്ങ് ആരാണ്? പറ്റുമെങ്കിൽ പറയൂ, അങ്ങ് ബ്രാഹ്മണ വേഷം ധരിച്ചു വന്ന അങ്ങ് ആരാണ് എന്ന് ചോദിച്ചു. അപ്പോൾ സൂര്യൻ പറയാണ്, അഹം താത സഹസ്രാംശു സൗഹൃദാ ത്വാം നിദർശയേ എന്ന് പറയാണ്.
ഞാൻ മോനെ എന്ന് വിളിച്ചുകൊണ്ട് പറയുകയാണ്. താത എന്ന് വെച്ചാൽ മകനെ എന്നാണ് ഇവിടെ അർത്ഥം. ഞാൻ സഹസ്രാംശുവാണ്, അതായത് സൂര്യനാണ്. സൗഹൃദം കൊണ്ടാണ് നിനക്ക് ഞാനിത് ഈ ഉപദേശം തരുന്നത്, നിന്റെ ശ്രേയസ് ആഗ്രഹിച്ചുകൊണ്ടാണ്. വാസ്തവത്തിൽ കർണന്റെ അച്ഛനാണ് സൂര്യൻ എന്ന കാര്യം സൂര്യൻ അവിടെ മറച്ചു വയ്ക്കുകയാണ്. സൗഹൃദം കൊണ്ട് വന്നു എന്നാണ്. എന്ന് മാത്രമല്ല, ഈ കർണൻ സൂര്യനെ ഉപാസിക്കുന്ന ഒരാളായതുകൊണ്ട് തൻ്റെ ഭക്തനെ കാണാൻ വന്നതാണ് എന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. കർണൻ പറഞ്ഞു, അങ്ങ് പറയുന്നത് എനിക്ക് ശ്രേയസ്സാണ് എന്ന് എനിക്കറിയാം. സ്നേഹത്തോടെ തന്നെ ഞാൻ അങ്ങയോട് തിരിച്ചു പറയുകയാണ്, ഈ വ്രതത്തിൽ നിന്നും, ബ്രാഹ്മണർ ചോദിച്ചാൽ എന്തും കൊടുക്കും എന്നുള്ള വ്രതത്തിൽ നിന്നും എന്നെ അങ്ങ് പിന്തിരിപ്പിക്കരുത്. ബ്രാഹ്മണ മുഖ്യന്മാർ ചോദിച്ചാൽ ഞാൻ എൻ്റെ പ്രാണനും കൊടുത്തു പോകും. കാരണം എൻ്റെ ലക്ഷ്യം 3 ലോകത്തിൽ എൻ്റെ കീർത്തി ഉണ്ടാകണമെന്നാണ്. മരണം വന്നാൽ, മരിച്ചാൽ പോലും നിലനിൽക്കുന്നതാണ് കീർത്തി എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, ഇന്ദ്രൻ വന്നിട്ട് എൻ്റെ കവച കുണ്ടലങ്ങൾ യാചിക്കുന്നതും എനിക്ക് കീർത്തികരമാണ്. അത് മാത്രമല്ല, അത് പാണ്ഡവന്മാർക്ക് രക്ഷയായിട്ട്, പാണ്ഡവന്മാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അത് ചോദിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും എനിക്കത് കൂടുതൽ കീർത്തി ഉണ്ടാക്കുകയാണ് ചെയ്യുക. കാരണം എന്താണ്? ഭീതാനാം അഭയം ദത്വ സംഗ്രാമേ ജീവിതാർത്ഥിനാം വൃദ്ധാൻ ബാലാൻ ദുജാതീംശ്ച മോക്ഷയിത്വാ മഹാഭയാത് പ്രാപ്സ്യാമി പരമം ലോകേ യശസ്വർഗ്യമനുത്തമം. ഭയന്ന ആളുകൾക്ക് ജീവിതത്തെ, ജീവനിൽ കൊതിയോടുകൂടി ആഗ്രഹിക്കുന്ന ഒരാളിൻ്റെ, യാചിക്കുന്ന ഒരാളിൻ്റെ അടുത്ത്, അത് വൃദ്ധന്മാരോ ബാലന്മാരോ ബ്രാഹ്മണരോ ആകട്ടെ, അവരെ ഒന്ന് യാചിച്ചാൽ അവരെ വലിയ ഭയത്തിൽ നിന്ന് മോചിപ്പിക്കുകയാണെങ്കിൽ എനിക്ക് സ്വർഗാദി ലോകങ്ങളിൽ അനുത്തമമായ പരമമായ സുഖം, യശസ്സും സുഖവും ഒക്കെ എനിക്ക് കിട്ടും. അപ്പോൾ ചോദിച്ച് കൊടുക്കുന്നതാണ് എനിക്ക് കൂടുതൽ ശ്രേയസ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കീർത്തി വർദ്ധിക്കുക എന്നുള്ളത് കൊണ്ട് കൊടുക്കുന്നത് ശത്രുവിൻ്റെ വേണ്ടപ്പെട്ട ആളിനാണ് എന്നുള്ളത് എൻ്റെ കീർത്തി വർദ്ധിപ്പിക്കും. കാരണം എന്താണ്? ശത്രു എന്നെ ജയിച്ചാൽ പോലും ജയിച്ചത് ഞാനിത് കൊടുത്തതുകൊണ്ടാണ് എന്ന് വരുമല്ലോ. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സൽകീർത്തി ഉണ്ടാകും എന്നാണ് കർണൻ പറയുന്നത്. സൂര്യൻ വീണ്ടും അദ്ദേഹത്തെ വീണ്ടും അനുനയിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, അച്ഛനമ്മമാർ, ഭാര്യ, മക്കൾ, ഇവർക്ക് നീ അഹിതം ചെയ്യാൻ പാടില്ല. കീർത്തിക്ക് മേലെയാണ് പ്രാണൻ എന്നറിയണം. പ്രാണൻ പോയിട്ട് പിന്നെ കീർത്തി നിലനിർത്തിയിട്ട് കാര്യമില്ല. നീ ഉദ്ദേശിക്കുന്ന കീർത്തി നിന്റെ പ്രാണനെ അപഹരിക്കുന്ന കീർത്തിയാണ്. 2, 3, 4 എന്താണ് വാദങ്ങൾ സൂര്യൻ അദ്ദേഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചു. എന്തൊക്കെയാണ്? മൃതസ്യ കീർത്തിയാ കിം കാര്യം ഭസ്മീഭൂതസ്യ ദേഹിന. മരിച്ച് ഭസ്മമായി തീർന്ന ഒരാൾക്ക്, മരിച്ച ഒരാൾക്ക് കീർത്തി കൊണ്ട് എന്താണ് കാര്യം എന്നുള്ള ചോദ്യം. രണ്ടാമത്, മതസ്യ കീർത്തിർ മർത്യസ്യ യഥാ മാലാഗതായുഷ. മരിച്ചതിന് ശേഷം ഒരു മനുഷ്യന് കീർത്തി കിട്ടുന്നുണ്ടെങ്കിൽ അത് ചത്തു കിടക്കുന്ന ഒരാൾ കഴുത്തിൽ മാല ഇടുന്നത് പോലെ, ആ മാല കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ല. ഇങ്ങനെ 2, 3 യുക്തികളും ഒക്കെ അദ്ദേഹം പറഞ്ഞു. ഒടുവിൽ പറഞ്ഞു, ദേവഗുഹ്യം ത്വയാ ജ്ഞാതുന്ന ശക്യം പുരുഷർഷഭ തസ്മാന്നാധ്യാമിതേ ഗുഹ്യം കാലേ വേത്സ്യതി തദ്ഭവാൻ. ഞാൻ നിന്നോട് ഇത് പറയാൻ കാരണം ദേവഗുഹ്യം ആണ്, ദേവന്മാർക്ക് മാത്രം അറിയാവുന്ന ഒരു രഹസ്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് പറയുന്നത്. ഇപ്പോൾ ഞാനത് നിന്നോട് പറയാൻ സാധിക്കില്ല, പിന്നീട് നിനക്കത് അറിയാൻ സാധിക്കും എന്ന് സൂര്യൻ പറയുന്നു. ആ ദേവഗുഹ്യം, ദേവന്മാരുടെ രഹസ്യം എന്ന് പറയുന്നത് നീ എൻ്റെ മകനാണ് എന്ന രഹസ്യം തന്നെയാണ് എന്ന് പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് അടുത്ത അധ്യായങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഏതായാലും കുണ്ടം ഉണ്ടെങ്കിൽ മാത്രമേ നിനക്ക് അർജുനനെ ജയിക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ നിനക്ക് അർജുനനെ ജയിക്കാൻ സാധിക്കില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞു സൂര്യൻ. അവർ തമ്മിൽ അങ്ങനെ ഒരു വാദം ഉണ്ടായി. സ്വപ്നത്തിൽ മാത്രമേ ഈ വാദം ഉണ്ടായുള്ളൂ. സ്വപ്നത്തിൽ മാത്രമാണ് കർണൻ ഞാൻ ബ്രാഹ്മണർക്ക് എന്ത് ചോദിച്ചാലും കൊടുക്കും, ആ വ്രതം അങ്ങ് മുടക്കരുത്, അതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞത്. ഉണർന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സാകെ മാറുകയാണ് ചെയ്തത്. അദ്ദേഹം സാധാരണ പോലത്തെ നിത്യകൃത്യങ്ങൾ ചെയ്തത് സൂര്യനെ ധ്യാനിച്ചുകൊണ്ട് ജപിച്ചുകൊണ്ടുള്ള ചില കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കെ ജപം പൂർത്തിയാക്കിയിട്ട് അദ്ദേഹം സൂര്യഭഗവാനോട് ചോദിക്കുകയാണ്, ഇങ്ങനെ സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങൾ അത് ശരിയാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സൂര്യൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, നീ സ്വപ്നത്തിൽ കണ്ടത് ശരിയാണ്, ഞാൻ തന്നെയാണ് വന്നത് എന്ന കാര്യം പറഞ്ഞു. സൂര്യൻ പറഞ്ഞു, എരിതാത ദദാസ്യേതേ. ഈ സ്വപ്നത്തിൽ വെച്ച് തന്നെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം, ഈ സ്വപ്നത്തിൽ വെച്ച് തന്നെ സൂര്യഭഗവാൻ ഒടുവിൽ അദ്ദേഹത്തെ ഒരു രണ്ടാമതൊരു മാർഗം പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ, എരിതാത ദദാസ്യേതേ വജ്രണേ കുണ്ടലേ ശുഭേ ത്വമപ്യേന മഥോ ബ്രൂയ വിജയാർത്ഥം മഹാബലം നിയമേന പ്രദദ്യാം തേ കുണ്ടലേ വൈശതക്രതോ. അഥവാ നിനക്ക് വ്രതം മുടക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നീ അദ്ദേഹം അന്വയിപ്പിച്ചുകൊണ്ടൊരു കാര്യം പറയണം. എന്താണ്? നിന്റെ വിജയത്തിന് വേണ്ടി, യുദ്ധത്തിൽ നിന്റെ വിജയത്തിന് വേണ്ടിയിട്ട് ഒരു മഹാബലം നിനക്ക് കിട്ടുന്ന രീതിയിലുള്ള ഒരു വ്യവസ്ഥ അനുസരിച്ചിട്ട് മാത്രമേ ഇത് തരികയുള്ളൂ എന്ന് നീ കൃത്യമായി ഉറപ്പിച്ച് പറയണം.
അനുനയ വാക്കുകൾ പറഞ്ഞ് നീ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അമോഘ എന്നു പേരുള്ള ശക്തി, അമോഘ എന്ന് വെച്ചാൽ മോഘമല്ലാത്തത്, ഒരിക്കലും പാഴായി പോകാത്തത് എന്നാണ് അർത്ഥം. അമോഘ എന്നു പേരുള്ള ഒരു ശക്തി നീ അദ്ദേഹത്തിൽ നിന്നും വാങ്ങണം. അത് എന്താണെന്ന് ചോദിക്കേണ്ടത് ഇങ്ങനെ ചോദിച്ചാൽ മതി. ആ ചോദിക്കേണ്ട ചോദ്യം കൂടി അദ്ദേഹം പറഞ്ഞു കൊടുത്തു. അമോഘാം ദേഹിമേ ശക്തിം അമിത്ര വിനിബർഹിണീം ദാസ്യാമിതേ സഹസ്രാക്ഷ കുണ്ടലേ വർമ്മചോത്തമം. അല്ലയോ സഹസ്രാക്ഷ, അങ്ങ് എനിക്ക് അമോഘ എന്ന ശക്തി, ശത്രുക്കളെ നിർമ്മാർജ്ജനം ചെയ്യുന്നതായ ശക്തി എനിക്ക് തന്നാലും ഞാൻ അങ്ങക്ക് കുണ്ടലവും കവചവും തരാം എന്ന് അങ്ങ് പറഞ്ഞേക്കണം എന്ന് കൂടി സ്വപ്നത്തിൽ സൂര്യൻ പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് കർണൻ ഉണർന്നത്. അത് കേട്ടപ്പോഴാണ് ഉണർന്നത്. അതായത് താൻ ഇത് കൊടുക്കുന്ന സമയത്ത് ഒന്നും ലാഭമില്ലാതെ ഒരു ദാനം എന്ന രീതിയിൽ ഒരു വ്രതത്തിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുകയാണെങ്കിൽ അതുകൊണ്ട് തനിക്ക് കീർത്തി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഇപ്പോൾ സൂര്യൻ പറഞ്ഞിരിക്കുന്നത് നല്ല പ്രലോഭനകരമായ ഒരു വാക്യമാണ്. അതായത് ഈ കവചം കൊടുക്കുന്ന സമയത്ത് തനിക്ക് ശത്രുവിനെ കൊല്ലാൻ സാധിക്കുന്ന അതിശക്തമായ ഒരു ആയുധം തന്നാൽ മാത്രം അത് കൊടുക്കുക എന്നത് ഒരു വ്യവസ്ഥയാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് തനിക്ക് കൂടുതൽ ഒരു ലാഭമുണ്ടാകും, കീർത്തിയേക്കാൾ വലിയ എന്തോ ലഭിക്കും എന്ന് കർണന് തോന്നുകയും ഉണർന്നപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഒരു താല്പര്യം വരികയും ചെയ്തു. അപ്പോൾ രാവിലത്തെ ജപമൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം സൂര്യനെ ജപിച്ച് മുന്നിൽ കണ്ടുകൊണ്ട് പറയുകയാണ്, ചോദിച്ചു അങ്ങ് ഇത് ശരിയാണോ, ഈ സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ സൂര്യൻ പറഞ്ഞു, നീ കണ്ടത് വളരെ ശരിയാണ്. അപ്പോൾ തതസ്തത്വമിതി ജ്ഞാത്വാരാധേയ പരവീരഹ ശക്തിമേവാഭികാംക്ഷൻ വൈ വാസവം പ്രത്യപാലയത്. അപ്പോൾ ഇങ്ങനെ ഒരു ശക്തിയെ നേടാൻ സാധിക്കും എന്ന് ചിന്തിച്ച ആ രാധാപുത്രനായ കർണൻ ശക്തിമേവാഭികാംക്ഷൻ വൈ വാസവം പ്രത്യപാലയത്, ആ ഇന്ദ്രനിൽ നിന്ന് കിട്ടുന്നതായ ശക്തിയെ മാത്രം ആഗ്രഹിച്ചുകൊണ്ടും പ്രതീക്ഷിച്ചുകൊണ്ടും ഇന്ദ്രനെ കാത്തിരുന്നു എന്നാണ്. അവൾ സ്വപ്നത്തിൽ വളരെ ധാർമ്മികനായിട്ടും ദാനധർമ്മത്തോട് വളരെ താല്പര്യമുള്ള, കീർത്തിയോട് വളരെ താല്പര്യമുള്ള ഒരാളായിട്ട് സ്വപ്നത്തിൽ പെരുമാറിയ കർണൻ സ്വപ്നത്തിൽ ഉണർന്ന സമയത്ത് ഈ ശക്തി, ഒരു മഹാശക്തനായിട്ട് ഒരാളെ കൊല്ലാൻ സാധിക്കുന്ന ഈ ഒരു വേല്, ഈ ഒരു ശക്തി നേടാൻ സാധിക്കും എന്നുള്ള ഒരു ചിന്തയിൽ വളരെയധികം പ്രലോഭം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വരികയും ആഗ്രഹം വരികയും അത് കിട്ടാൻ കാത്തിരിക്കുകയും കൊതിക്കുകയും ചെയ്തു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ സ്വപ്നത്തിൽ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ദാനബോധം ഉണർന്ന് പ്രവർത്തിച്ചത്. ഉണർന്ന സമയത്ത് അദ്ദേഹം അമോഘാശക്തിയെ വേണ്ട വിധം നല്ലവണ്ണം ആഗ്രഹിച്ചു. മൂന്നാമതായി അദ്ദേഹം ചെയ്തൊരു തെറ്റ് എന്ന് പറയുന്നത് ഹിതകരമായ ഒരു ദേവവാക്യത്തെ അദ്ദേഹം നിരസിച്ചു എന്നുള്ളതാണ്. തനിക്ക് ഹിതം പറയുന്ന താൻ ഉപാസിക്കുന്ന ആ മൂർത്തിയായ സൂര്യൻ തൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരു ഉപായം തന്നപ്പോൾ ആ ഉപായത്തെ അദ്ദേഹം തിരസ്കരിക്കുകയാണ് ചെയ്തത് എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ നാശത്തിന് കാരണമായി എന്ന് പറയാവുന്നതാണ്. അങ്ങനെ അന്നേ ദിവസം തന്നെ ഇന്ദ്രൻ, അന്നേ ദിവസമാണോ എന്നറിയില്ല, തുടർന്നുള്ള ദിവസങ്ങളിലാകാം, ഇന്ദ്രൻ ഒരു ബ്രാഹ്മണന്റെ വേഷത്തിൽ, ഛദ്മന കപടമായ വേഷത്തിൽ, ബ്രാഹ്മണ വേഷത്തിൽ വന്നിട്ട് അദ്ദേഹത്തിന് മുന്നിൽ വന്നപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, സ്വാഗതം എന്ന് പറഞ്ഞു. ഹിരണ്യകണ്ഠീഹി പ്രമദാ ഗ്രാമൻ വാ ബഹു ഗോകുലാൻ കിം ദദാനീരിതം വിപ്രം ഉവാച അധിരഥിസ്തത. അധിരഥപുത്രനായ കർണൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിറയെ കഴുത്തിൽ ആഭരണങ്ങളുള്ള സുന്ദരിമാരായ സ്ത്രീകളെയോ ഗ്രാമങ്ങളെയോ അനേകം പശുക്കളെയോ എന്ത് വേണമെങ്കിൽ ഞാൻ അങ്ങക്ക് തരാം എന്ന് അങ്ങോട്ട് തന്നെ പറഞ്ഞു. ഇന്ദ്രൻ പറഞ്ഞു, ഹിരണ്യകണ്ഠ്യ പ്രമദാഹ യച്ചാനത് പ്രീതിവർദ്ധനം നഹം ദത്തമിവഹേച്ഛാമി തദർത്ഥിഭ്യ പ്രതീയതാം. എനിക്ക് നിറയെ ആഭരണങ്ങൾ അണിഞ്ഞ സുന്ദരിമാരെയോ മറ്റൊന്നും തന്നെ പ്രീതി ഉണ്ടാക്കുന്നതല്ല. മറ്റു ചില കാര്യങ്ങൾ ഞാൻ അങ്ങയോട് ചോദിക്കുകയാണ്, അത് യാചിക്കുന്ന എനിക്ക് അങ്ങ് തന്നാലും എന്ന് പറഞ്ഞു. ഭാസൻ എന്ന് പറയുന്ന മഹാകവിയുടെ നാടകമായ കർണഭാരത്തിൽ ഈ സംഭാഷണം വളരെ രസകരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏകദേശം അതേ രീതിയിൽ തന്നെയാണ് വ്യാസനും പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിൽ ഒരുപാട് സംഭാഷണങ്ങൾ ഉണ്ട്. ഓരോന്നോരോന്ന് തരാം എന്ന് പറയുന്ന ഒടുവിൽ കർണൻ പറയും, താവത് മച്ഛിരോദാമി, ഞാൻ എൻ്റെ ശിരസ് തന്നെ തരാം. അപ്പോൾ ഇന്ദ്രൻ അവിഹ അവിഹ, അരുത് അരുത് എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള സംഭാഷണങ്ങളുണ്ട്. ഇവിടെ അങ്ങനെയല്ല. എന്നിരുന്നാലും ഒരു വിലപേശുന്ന ഒരു കുറച്ച് നേരത്തെ സംഭാഷണം അവിടെയുണ്ട്. യഥേതത് സഹജം വർണ്ണ കുണ്ടയേച തവ അനഘ ഏതത് ഉത്കൃത്യ മേ ദേഹി യതി സത്യവ്രതോ ഭവാൻ. അങ്ങ് തരാമെന്ന വാക്യം സത്യമാണെങ്കിൽ അങ്ങ് ജന്മസിദ്ധമായിട്ട് ലഭിച്ചിട്ടുള്ള കുണ്ടലങ്ങളും കവചവും അത് അരിഞ്ഞ് എനിക്ക് തരൂ എന്ന് ഇന്ദ്രൻ ആവശ്യപ്പെടുകയാണ് യാചനയായിട്ട്. അപ്പോൾ കർണൻ വീണ്ടും പറഞ്ഞു, അങ്ങേക്ക് താമസിക്കാൻ തക്കവണ്ണമുള്ള ഭൂമി, സുന്ദരിമാരായ അനേകം സ്ത്രീകൾ, പശുക്കൾ, അനേക വർഷം ഉപജീവനത്തിനുള്ള എന്തെങ്കിലും ജോലി, അതൊക്കെ ഞാൻ തരാം, ഇത് ചോദിക്കരുത് എന്ന് പറഞ്ഞു.
ബഹുവിധൈർ വാക്യൈ യാച്യമാനസ്സതുദ്വിജ കർണേന ഭരതശ്രേഷ്ഠ നാന്യവരമയാചത. ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞ് പ്രലോഭിപ്പിക്കാൻ വേണ്ടി കർണൻ അങ്ങോട്ടൊന്നും പറഞ്ഞു നോക്കി. അതുകൊണ്ടൊന്നും ഇന്ദ്രൻ വഴങ്ങിയില്ല. മറ്റൊരു വരവും അദ്ദേഹം ചോദിച്ചില്ല എന്നാണ്. അപ്പോൾ കർണന് ഈ കവച കുണ്ടലങ്ങളെ കൊടുക്കാൻ വയ്യ എന്ന ശക്തമായ ഒരു തീരുമാനം മനസ്സുകൊണ്ട് എടുത്തിട്ടുണ്ട്. ഉള്ളിൽ ഈ ശക്തി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രലോഭനം കൊണ്ട് അദ്ദേഹം പറഞ്ഞു, തദയേനം അബ്രവീത് ഭൂയോ രാധേയ പ്രഹസന്യവ. ചിരിച്ചുകൊണ്ട് രാധേയൻ പറഞ്ഞു, അല്ലയോ ബ്രാഹ്മണ, എനിക്ക് സഹജമായ ചട്ട കുണ്ടലം ഇവ അമൃതത്തിൽ നിന്നും ഉത്ഭവിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അബദ്ധ്യനാണ്, ആർക്കും കൊല്ലാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ ഇതിനെ ഉപേക്ഷിക്കുകയില്ല. ശത്രുവിനെ ബദ്ധ്യനായിക്കൊണ്ട് എനിക്കിത് തരാൻ സാധിക്കില്ല. വിശാലമായ ഭൂമിയും വലിയ രാജ്യവും ഒക്കെ ഞാൻ അങ്ങക്ക് തരാമെന്ന് പറഞ്ഞു. ഇന്ദ്രൻ അതും സമ്മതിച്ചില്ല. അപ്പോൾ കർണൻ പറഞ്ഞു, ഭഗവാൻ പാകശാസന, അല്ലയോ ഇന്ദ്ര, എനിക്ക് മുമ്പേ തന്നെ മനസ്സിലായി അങ്ങ് ഇന്ദ്രനാണെന്ന്. ഫലേച്ഛ കൂടാതെ ഞാൻ ഒരു വരം തരുന്നത് ന്യായമാവില്ല. നീ എല്ലാവർക്കും വരം കൊടുക്കുന്നവനാണ്, അതുകൊണ്ട് എനിക്കും വരം വേണം എന്ന് വെച്ചാൽ ഒരു പ്രതിഫലമില്ലാതെ ഞാൻ ഈ കവച കുണ്ടലങ്ങൾ അങ്ങേക്ക് തരികയില്ല എന്ന് കർണൻ ഉറപ്പിച്ച് പറയുകയാണ്. അപ്പോൾ എന്താണ്, അദ്ദേഹം തരാമെന്ന് ഏകദേശം സമ്മതിച്ചു. ഒരു വ്യവസ്ഥ വെച്ചുകൂടെ തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എന്നെ ബദ്ധ്യനാക്കുന്ന വിധം കവച കുണ്ടലങ്ങൾ തന്നാൽ അങ്ങ് കൂടി പരിഹാസ്യനാകും, ഞാൻ ബദ്ധ്യനുമാകും. ഞാൻ മരിച്ചു പോവുകയും ചെയ്യും. അതുപോലെ അങ്ങക്കൊരു പരിഹാസത്വം ഉണ്ടാകുന്നതാണ്. ഇവൻ്റെ കവചകുണ്ടലങ്ങൾ വാങ്ങിയത് കൊണ്ടാണ് അങ്ങക്ക് വേണ്ടപ്പെട്ട ഒരാൾ യുദ്ധത്തിൽ ജയിച്ചത് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ശക്തിയെ ആളുകൾ ഇകഴ്ത്തി കാണിക്കും. അപ്പം അതുപോലെ അങ്ങേക്കും അത് പരാജയമായിട്ടാണ് വരിക. ഒരു ദൈന്യത വന്നു എന്ന് വരും. പകരം കൊടുക്കുന്ന സമയത്ത് അങ്ങക്ക് ഒന്നുമില്ല, നമ്മൾ തമ്മിൽ വിനിമയം നടത്തുകയാണ്. പരസ്പരം രണ്ട് വസ്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിനിമയം നടത്തുന്നത് കൊണ്ട് രണ്ടുപേർക്കും ഒരു തരത്തിലും ദോഷം വരാനില്ല, ലാഭകരമാണ് രണ്ടുപേർക്കും. ഈ കച്ചവടം എന്ന് തന്നെയാണ് കർണൻ പിന്നീട് പറഞ്ഞത്. തസ്മാത് വിനിമയം കൃത്വാ കുണ്ടലേ വർമ്മ ചോത്തമം. ശ്രദ്ധിക്കണം, തസ്മാത് വിനിമയം കൃത്വാ കുണ്ടലേ വർമ്മ ചോത്തമം ഹരസ്വ ശക്ര കാമം മേ നദ്യാഹം അന്യഥാ. മറ്റൊരു വിലപിടിച്ച വസ്തുവായിട്ട് വിനിമയം ചെയ്യാനാണെങ്കിൽ മാത്രമേ ഞാൻ കവച കുണ്ടലങ്ങൾ തരികയുള്ളൂ, അല്ലാതെ അല്ലയോ ശക്ര അങ്ങക്ക് ഞാൻ ഇത് തരികയില്ല എന്ന് കർണൻ, ദാനത്തിന് പ്രസിദ്ധി നേടിയ കർണൻ എന്ന് നമ്മൾ പറയുന്ന കർണനാണ് ഇത് പറയുന്നത്. മഹാഭാരതത്തിലെ ശ്ലോകങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അതുകൊണ്ട് കർണനെ അപകീർത്തിപ്പെടുത്തിയെന്നോ കർണനെ ദോഷം പറഞ്ഞു എന്നൊന്നും ആരും തെറ്റിദ്ധരിക്കരുത്. യഥാർത്ഥമായിട്ട് മഹാഭാരതത്തിലുള്ള ശ്ലോകങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഇന്ദ്രൻ ഇത് കേട്ടിട്ട് പറഞ്ഞു, സൂര്യൻ വന്നിട്ട് നിന്നോട് ഇതെല്ലാം പറഞ്ഞു അല്ലേ എന്ന് ചോദിച്ചു. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് വിനിമയം ചെയ്യാം, വജ്രം ഒഴിച്ച് എന്തും ഞാൻ തരാം എന്ന് ഇന്ദ്രൻ പറഞ്ഞു. അപ്പോൾ കർണൻ അദ്ദേഹത്തിന് ആവശ്യം ഉന്നയിച്ചു. സൂര്യൻ പറഞ്ഞ കാര്യം തന്നെ ഉന്നയിച്ചു. പർമ്മണ കുണ്ടലാഭ്യാം ച ശക്തി മേ ദേഹി വാസവ അമോഘം ശത്രുസംഘാനാം ഘാതിനീം പൃതനാമുഖേ. ഈ കവച കുണ്ടലങ്ങൾക്ക് പകരമായിട്ട് അല്ലയോ വാസവ, ഇന്ദ്ര, അങ്ങ് അമോഘ എന്ന ശക്തി എനിക്ക് തന്നാലും, യുദ്ധത്തിൽ ശത്രുക്കളുടെ വലിയ സംഘത്തെ മുഴുവൻ കൊന്നു തീർക്കുന്നതായ ശക്തിയുള്ള ആ അമോഘ എനിക്ക് തന്നാലും എന്ന് പറഞ്ഞു. ഇന്ദ്രൻ കുറച്ചു നേരം ചിന്തിച്ചിട്ട് പറഞ്ഞു, അങ്ങ് കവച കുണ്ടലങ്ങൾ തരൂ, ഞാൻ നിനക്ക് അമോഘ തരാം എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ ദൈത്യന്മാരെ വധിക്കാൻ ഇത് എൻ്റെ കയ്യിൽ നിന്ന് പുറപ്പെട്ടാൽ ഒടുവിൽ അതെൻ്റെ കയ്യിൽ തന്നെ തിരിച്ചു വരും. അതുപോലെ നിന്റെ കയ്യിൽ തന്നാൽ നീ ശക്തനായ ഒരു ശത്രുവിനെ അതുകൊണ്ട് വധിക്കും. അത് ഗർജിക്കുന്നവനും പ്രതാപമുള്ളവനെ പ്രതപിക്കുന്നവനുമായ ഒരാളെ കൊന്നിട്ട് ഈ ശക്തി എൻ്റെ കയ്യിൽ തന്നെ തിരിച്ചു വരും. അപ്പോൾ കർണൻ സന്തോഷത്തോടെ പറഞ്ഞു, ആ ഒരാളെ ഗർജിക്കുന്നവനും പ്രതപിക്കുന്നവനുമായ അയാളെയാണ് ഞാനും ഭയന്നിട്ട് കഴിയുന്നത്, അതുകൊണ്ട് എനിക്കത് ഉപയോഗപ്പെടുമെന്ന് പറഞ്ഞു. അപ്പോൾ ശക്രൻ പറഞ്ഞു, നീ ഉദ്ദേശിച്ച ആളെ കൊല്ലാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തെ രക്ഷിക്കാൻ പരമാത്മാവായിട്ടുള്ള ആ മഹാത്മാവ് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാകും. ആര്? യമാഹുർ വേദവിദ്വാംസോ വരാർഹമപരാജിതം നാരായണം അചിന്യഞ്ച തേന കൃഷ്ണേന രക്ഷ്യത്തെ. നീ ഉദ്ദേശിക്കുന്ന ആളെ വേദപണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ ആരാണോ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ആൾ, ആർക്കും പരാജയപ്പെടുത്താൻ പറ്റാത്തതായിട്ട് ആളായിട്ടും നാരായണനായിട്ടും അചിന്യനായിട്ടും കരുതുന്നത് ആ കൃഷ്ണനാൽ നീ ഉദ്ദേശിക്കുന്ന നിന്റെ ശത്രു രക്ഷിക്കപ്പെടും. അതുകൊണ്ട് നിന്റെ അമോഘ കൊണ്ട് അർജുനനെ കൊല്ലാൻ സാധിക്കില്ല എന്ന് വ്യക്തമായിട്ട് ഇന്ദ്രൻ പറഞ്ഞു. അപ്പോൾ കർണൻ പറഞ്ഞു, ശരി, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആകട്ടെ, പക്ഷേ എനിക്കൊരു വരം വേണം. നികൃത്തേഷു ഗാത്രേഷു നമേ ബീഭത്സത ഭവേത്. എൻ്റെ ശരീരത്തിൽ നിന്നും ഇത് അർത്ഥെടുത്താൽ ശരീരത്തിന് വൈരൂപ്യം വരാൻ പാടില്ല,
മുറിവിൻ്റെ പാടുകളൊക്കെ വന്ന് വൈരൂപ്യം വരും, അത് വരാൻ പാടില്ല. ഇന്ദ്രൻ പറഞ്ഞു, നിന്റെ ശരീരത്തിന് ബീഭത്സതയും വരില്ല, വ്രണവും വരില്ല, നിനക്ക് നിന്റെ അച്ഛൻ്റെ നിറം, നല്ല നിറം നിനക്ക് കിട്ടുകയും ചെയ്യും. മറ്റ് അസ്ത്രങ്ങൾ കയ്യിലുള്ളപ്പോൾ നീ ഇത് ഉപയോഗിക്കാനും പാടില്ല. മറ്റു വസ്ത്രങ്ങളൊക്കെ നഷ്ടപ്പെട്ട് ഒടുവിൽ ഗത്യന്തരമില്ലാതെ മാത്രമേ നീ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം നീ പ്രമാദമായിട്ട് തെറ്റായ രീതിയിൽ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് നിന്റെ മേലെ തന്നെ വന്ന് പതിക്കും, നിനക്ക് തന്നെ നാശകരമായിരിക്കും എന്ന് പറഞ്ഞു. കർണൻ പറഞ്ഞു, വേറെ നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ ഞാനിത് ഉപയോഗിക്കുകയുള്ളൂ എന്ന് വാക്ക് തരുന്നു എന്ന് പറഞ്ഞ് അമോഘ എന്ന ശക്തി അദ്ദേഹം ആദ്യം വാങ്ങി. അതിനുശേഷം അദ്ദേഹം തൻ്റെ ശരീരം മുഴുവൻ മുറിക്കാൻ തുടങ്ങി. അതൊരു വലിയൊരു കർമ്മം തന്നെ ആയിരുന്നു എന്നാണ് പറയുന്നത്. കാരണം ദേവന്മാരും അസുരന്മാരും മനുഷ്യരൊക്കെ തന്നെ അത് കേട്ട് ശബ്ദം, അവർ സിംഹനാദം മുഴക്കി. ഗംഭീരമായിരുന്നു. കർണൻ്റെ ആ ശരീരത്തിൽ നിന്ന് അതും അടർത്തി മാറ്റുക, ജന്മനാ കിട്ടിയ ആ കവചത്തെയും കുണ്ടലത്തെയും മുറിച്ചു മാറ്റുന്ന കർമ്മം ഇത് ഗംഭീരമായിരുന്നു എന്ന് ദേവന്മാരും അസുരന്മാരും മനുഷ്യരും ഒക്കെ കരുതി. അങ്ങനെ ഈ സംഭവത്തോടു കൂടി ഇത് കേട്ടറിഞ്ഞ ധൃതരാഷ്ട്രപുത്രന്മാർ ദീനരായി, അതുപോലെ ഭഗ്നദർപ്പരുമായി അഹങ്കാരം ശമിച്ച് ഇനി ഞങ്ങൾക്ക് ജയിക്കാൻ സാധിക്കില്ല എന്ന് തോന്നൽ അവർക്കുണ്ടായി. ഇത് കേട്ട പാണ്ഡവന്മാർ വളരെ സന്തോഷിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കഥ അവിടെ അവസാനിപ്പിക്കുന്നത്.